ഈ കംപ്ലീറ്റ് സർവീസസ് നമ്മുടെ ഒരു ലൈനിൽ ക്ലയന്റിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു നമുക്ക് അതിലാണ് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയ നമ്മുടെ വലിയൊരു നേട്ടമായിട്ട് പറയുന്നത്. സോ നമ്മുടെ വെബ്സൈറ്റിൽ ആരെങ്കിലും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ദ പ്രോപ്പർ ആൻസർ ത്രൂ അവർ AI. നമ്മുടെ ടീം ഓഫ് ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ് ഈ കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. You might be thinking, well, I'm talking a lot about all these stuff because my today's guest is dealing with all these areas: accounting, auditing, financial services, not only in Saudi Arabia but they have presence in India, UAE, Bahrain. Also they have office in Qatar and they are planning to expand in UK as well. My today's guest started his journey, his business in India and decided that he needs to move to Saudi Arabia as per the need of his customers. That happened in 2016. He started his setup in Saudi Arabia and the company name is also, it's known as TH, Tassin Hamjit. It sounds like one of the international companies and definitely they are maintaining that decorum in their company. Mr. Muhammad Aslam is my today's ഗസ്റ്റ്. സാറിന്റെ ഈ ഒരു ബിസിനസ് ജേർണിയുടെ ഒരു വിശേഷങ്ങൾ, എങ്ങനെയാണ് ഈ ഒരു തുടക്കം ഉണ്ടായത്, എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിൽ എന്തൊക്കെ സർവീസസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇഫ് യു ആർ ന്യൂ ടു സൗദി അറേബ്യ, ഇഫ് യു ആർ ന്യൂ ടു UAE, ഇഫ് യു ആർ ന്യൂ ടു എനി ഓഫ് ദ കൺട്രീസ് ഇൻ GCC and you want services for your company, for your business, they are TH is always there to help you. അതെല്ലാം നമുക്ക് സാറിനോട് ചോദിച്ചറിയാം. അതിന്റെ മുന്നേ ഞാൻ ഇന്നത്തെ എന്റെ ഗസ്റ്റിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Hello sir, good evening. Good evening. How are you sir? All good. Thank you for visiting. Thank you so much sir for your time. Yeah. So TH. Yes. And you reached here in 2016. അതിന്റെ മുന്നേ ഇന്ത്യയിൽ തന്നെ നല്ലൊരു ബിസിനസ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ആസ് പെർ the requirement ആണ് സൗദി അറേബ്യയിലേക്ക് ഒരു ഷിഫ്റ്റ് മൈഗ്രേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം സാർ, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത്? ബൈ പ്രൊഫഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ആർ ഫ്രോം എ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട്, യു ആർ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സോ എങ്ങനെയാണ് ആ ഒരു തുടക്കം ഉണ്ടായത്, എങ്ങനെയാണ് അവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് സർ? Tassin Hamjit എന്ന ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത് 2009-ലാണ്. വി ആർ എ ഗ്രൂപ്പ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ് ആൻഡ് കമ്പനി സെക്രട്ടറി. 2009 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ടീം ഓഫ് ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ് ഈ കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. നേരത്തെ കൂടെ പഠിച്ചവരൊക്കെ തുടങ്ങിയിട്ടാണ് ഈ ഫേമിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. 2009 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നവരിൽ, എസ്പെഷ്യലി കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന നല്ല ആളുകൾക്കും നല്ലൊരു ശതമാനം ആളുകൾക്കും GCCയിൽ ബിസിനസ് ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന സാധനം. സ്വാഭാവികമായിട്ടും ക്ലയന്റിന്റെ ഒരു ആവശ്യം കൂടി ആയിരുന്നു നമ്മുടെ ബിസിനസ്, നമ്മുടെ സർവീസ് GCCയിൽ അവർക്ക് ലഭിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് 2016 നമ്മുടെ ബിസിനസ് അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് 2016 നമ്മുടെ ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ സൗദി അറേബ്യയിലും UAE, ബഹ്റൈൻ, ഖത്തർ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം കറന്റ് നമുക്ക് സൗദിയിൽ തന്നെ 5 ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ജിദ്ദ, റിയാദ്, ഖോബർ. റിയാദിൽ തന്നെ നമുക്ക് 2 ബ്രാഞ്ച് ഉണ്ട്. പിന്നെ ജുബൈയിൽ നമുക്കൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ലോലി നമ്മുടെ ബിസിനസ് ഇപ്പം UK-യിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ രജിസ്റ്റേർഡ് ലൈസൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. സിംഗപ്പൂരിലേക്ക് നമ്മൾ 2024 മുതൽ ഒരു ബിസിനസിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇന്ത്യയിൽ തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് ആയെങ്കിലും now it is going to different countries. You are making sure that TH ന്റെ ഒരു presence almost എല്ലായിടത്തും ഉണ്ടായിരിക്കണം. അപ്പോൾ സർ, നമ്മൾ ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ എന്ത് സർവീസിന്റെ സൈഡ് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് സർ ഹൗ യു പീപ്പിൾ വർക്ക്? ഇപ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യൂവേഴ്സിന് മനസ്സിലാക്കുന്ന രീതിയിൽ ഹൗ യു പീപ്പിൾ വർക്ക്, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടി വാട്ട് ഓൾ സർവീസസ് ആണ് TH പ്രൊവൈഡ് ചെയ്യുന്നത്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോംപ്രഹെൻസീവ് സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇപ്പോഴത്തെ ഒരു വേർഡിൽ ഉപയോഗിക്കുകയാണ് ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ. ഓക്കെ, മീനിങ് ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഇഷ്യൂസും നമുക്ക് സോൾവ് ചെയ്യാനുള്ള, എസ്പെഷ്യലി അവരുടെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഏരിയ ഉണ്ട്. പിന്നെ അവർക്ക് ഫിനാൻഷ്യൽ കൺസൾട്ടിങ്, ഒരു സ്ട്രാറ്റജി ഫിക്സ് ചെയ്യാനുള്ള എന്തൊക്കെയാണോ വേണ്ടത്, സ്ട്രാറ്റജിക്കൽ ഐഡിയാസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്, ഓഡിറ്റിംഗ് എല്ലാവർക്കും മാൻഡേറ്ററി ആണ്. എസ്പെഷ്യലി ഈ റീജിയനിൽ നേരത്തെ ഇപ്പോൾ സൗദിയിൽ മാൻഡേറ്ററി ആണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വൺ ഓഫ് ദി ബിസിനസ് ലൈനാണ്.
അതോടൊപ്പം തന്നെ ഇപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ യു എൻ ടാക്സേഷൻ വന്നു കഴിഞ്ഞു, കോർപ്പറേറ്റ് ടാക്സ് അവിടെ വന്നു കഴിഞ്ഞു, എല്ലാവരും പ്രതീക്ഷിക്കാത്ത സംഗതിയാണ്. പക്ഷേ യു എൻ ടാക്സ് വന്നു, സൗദിയിൽ ഓൾറെഡി ടാക്സ് ഉണ്ട്, ഫോറിനേഴ്സിന് ഇൻവെസ്റ്റേഴ്സിന് ഫോറിൻ ടാക്സ് ഉണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് സർവീസസ് നമ്മുടെ ഒരു ലൈനിൽ ക്ലയൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ നമുക്ക് അതിലാണ് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയ നമ്മുടെ വലിയൊരു നേട്ടമായിട്ട് പറയാം. അതോടൊപ്പം റീസെന്റ് നമ്മൾ ടെക് അഡോപ്ഷൻ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഡാഷ്ബോർഡിങ്, ഫിനാൻഷ്യൽ അനാലിസിസ്, പിന്നെ സൈബർ സെക്യൂരിറ്റി, AI ഇംപ്ലിമെന്റേഷൻ. നമ്മുടെ ഈ റീസെന്റ് നമ്മളൊരു AI ബേസ്ഡ് ഒരു Zaid എന്ന ഒരു സാധനം തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. Zaid is a software and it's a AI based consultant. It's providing automated replies for any consultation to. So anyway, നമ്മുടെ വെബ്സൈറ്റിൽ ആരെങ്കിലും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ they will get the proper answer through our AI. ഫിനാൻഷ്യൽ പാർട്ടാണ് ഏതൊരു കമ്പനിയുടെ ഒരു ഫൗണ്ടേഷൻ. ബിക്കോസ് ഫിനാൻസസ് എത്രത്തോളം ഉണ്ടെന്നില്ല കാര്യം, ഹൗ യു ആർ മാനേജിങ് ഇറ്റ്. അപ്പൊ സാറിന്റെ ഒരു കാര്യത്തിൽ പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇന്ത്യയുടെ കാര്യമായിട്ട് അവർ GST സ്റ്റഫ് അങ്ങനെയാണ്, സൗദിയിലാവുമ്പോഴത്തേക്ക് വാറ്റ് ആണ്, ദുബായിലെ UAE-ലും വാറ്റ് ആണ്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ അറിഞ്ഞിട്ട് ഹൗ യു ആർ ടീച്ചിങ് പീപ്പിൾ ഓർ ഹൗ യു ആർ ട്രെയിനിങ് പീപ്പിൾ ഫോർ ദാറ്റ്. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എസ്പെഷ്യലി ഈ സൗദി ഈ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് മേജർ ചേഞ്ചസ് ആണ്. ടാക്സേഷനകത്ത് വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ഫസ്റ്റ് നമ്മൾ പഠിക്കും, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താ നമ്മൾ പഠിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ റൈറ്റപ്സ്, ഒരു ആർട്ടിക്കിൾസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ലിങ്ക്ഡിൻ പേജിലോ നമ്മുടെ വെബ്സൈറ്റിലോ നമ്മുടെ ഫ്ലയറിനോ നമ്മുടെ ക്ലയൻസ് നമ്മൾ ഇൻഫോം ചെയ്യാറുണ്ട്. അതോടൊപ്പം അതിന്റെ ഇംപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി. അതിന് നമ്മുടെ ഇതിൽ വേണ്ട നമുക്ക് വലിയൊരു ടീം തന്നെ ഇപ്പം ലീഗൽ കംപ്ലയൻസസ് പഠിക്കാനും അതിന്റെ അപ്ഡേറ്റ്സ് എടുക്കാനും വേണ്ടി നമുക്ക് വലിയ ടീം തന്നെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു ലീഗൽ പാനൽ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പാനൽ പഠിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ക്ലയൻസിന് അതിന്റെ സൊല്യൂഷൻസ് പറയുന്നത്. അതിന്റെ ബിസിനസ്സിൽ വരുന്ന ഇമ്പാക്ട്സ് എന്താണ്, കോൺസിക്വൻസ് എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടാണ് ക്ലയന്റിന് അതിന്റെ സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ടീമിന്റെ ഒരു പ്രത്യേകത. We wish you all the very best and success, sir. Whatever you are planning for, whatever the upcoming ventures you have in your mind, the dreams and plans, we wish that all will get success by God's grace. Thank you so much, sir, for your time. എങ്ങനെ പോയി നോമ്പ്? ഇവിടെ വിശപ്പ് ദാഹം അറിയുമ്പോഴേ ഉള്ളൂ മറ്റുള്ള ഈ കഷ്ടപ്പെടുന്നവൻ്റെ വേദനയും അറിയാനുള്ളൊരു ചാൻസ് ദൈവം തരുന്നതാണ്. സ്പെഷ്യൽ നീഡ് ചിൽഡ്രന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി ലയൺസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്, നമ്മളെല്ലാവരും ഈക്വലാണ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക. അസ്സലാമു അലൈക്കും. ഓർമ്മയിലൊരു നിലാവിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ദുബായിലാണ്. നിങ്ങൾക്കായിട്ടുള്ള ഇന്നത്തെ അതിഥി എന്നോടൊപ്പം തൊടുപുഴ സ്വദേശിയായ പ്രവാസി ജീവിതം 28 വർഷക്കാലമായി നയിക്കുന്ന കൃഷ്ണകുമാറാണ്. വളരെ സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ ഓർമ്മ നിലാവിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. വലിയ സന്തോഷം കൃഷ്ണകുമാർജീനെ ഓർമ്മ നിലാവിലേക്ക് പരിചയപ്പെടുന്നതിൽ. എങ്ങനെ പോയി നോമ്പ്? ഇവിടെ നോമ്പിനോടൊപ്പം എങ്ങനെ സഞ്ചരിച്ചു? നല്ലൊരു പുണ്യമാസത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിച്ചു. വിശപ്പ് ദാഹം അറിയുമ്പോഴേ ഉള്ളൂ മറ്റുള്ള ഈ കഷ്ടപ്പെടുന്നവൻ്റെ വേദനയും അറിയാനുള്ളൊരു ചാൻസ് ദൈവം തരുന്നതാണ്. അറിയാൻ കഴിഞ്ഞു. അതൊക്കെ കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചുള്ള ഒരു വളരെ പുണ്യം നിറഞ്ഞൊരു മാസമായിരുന്നു. എല്ലാ വർഷവും നോമ്പ് നോക്കാറുണ്ട്? ഉണ്ട്. ഞാൻ 95 ഇവിടെ വന്നാണ് കഴിയുന്നത്. എല്ലാ വർഷവും ഇവിടെ ഉള്ളെങ്കിൽ യാത്രയില്ലെങ്കിലും ഞാൻ നോക്കും. കാര്യം കൂടെ ഇരിക്കുന്നതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്, പല രാജ്യക്കാരാണ്. അതെ, ഇറാഖിൽ നിന്നുള്ളവരുണ്ട്, സിറിയൻസ് ഉണ്ട്, പാലസ്റ്റീൻസ് ഉണ്ട്, ലബനീസ് ഉണ്ട്, ഈജിപ്ഷ്യൻസ് ഉണ്ട്, ജോർഡാനിയൻസ് ഉണ്ട്, പാകിസ്ഥാനികളുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യക്കാർ, നമ്മുടെ മലയാളികളുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് നമുക്ക് മാത്രം അങ്ങനത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ്. അവരുടെ കൂടെ ചെയ്തു. പിന്നെ മുമ്പൊക്കെ അറിയില്ലായിരുന്നു എൻ്റെ റീസൺ. അതാ ഞാൻ ചോദിച്ചത്. കൃഷ്ണകുമാർ കൂടുതൽ നോമ്പിനെ കുറിച്ച് അറിഞ്ഞത് പ്രവാസി ജീവിതം തുടങ്ങിയതിന് ശേഷമായിരിക്കാം അല്ലേ? അതെ. ഞാൻ തൊടുപുഴ, കേരളത്തിലൊരു വൺ ഓഫ് ദ ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റായ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന് പറയുന്ന ചെറിയ പട്ടണത്തിൽ നിന്ന്. അപ്പോൾ അന്നും ഒത്തിരി മുസ്ലിം ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഫാസ്റ്റ് ചെയ്യും, നോയമ്പൊക്കെ പിടിക്കുമായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി വലിയതായിട്ട് അറിയില്ല. ആക്ച്വലി നമ്മുടെ ഇപ്പോൾ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ ഈസ്റ്ററിന് മുമ്പ് ഒരു കുറച്ച് 30-40 ദിവസത്തോളം
ലെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ഫാസ്റ്റ് ചെയ്യായിരുന്നു. അപ്പം ഞങ്ങൾ ഹിന്ദു ബ്രദേഴ്സ് ആണെങ്കിലും അമ്മമാരൊക്കെ ആണെങ്കിലും മണ്ഡലക്കാലത്ത് വൃശ്ചിക മാസത്തിൽ അവർ ഫാസ്റ്റ് ചെയ്യും. അപ്പോൾ അതുപോലൊരു ഇതായിട്ട് നമ്മൾ കണക്കൂട്ടിയിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ടാണ് ആക്ച്വലി പിന്നെ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ച് മനസ്സിലായി സഹോദരിയാണ് ബേസിക്കലി അറിയണത്. അങ്ങനെയാണ് ഞാനിതിനെ മെയിനായിട്ട് 2 രീതിയിലാണ് കാണുന്നത്. ഒന്നൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള നിലയിൽ, അതായത് ഞാൻ വിശപ്പും ദാഹവും അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു വിശക്കുന്നവൻ്റെയോ അല്ലെങ്കിൽ ദാഹം ഉണ്ടാവുന്ന ഒരാളുടെയോ ആ വേദന അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനത് അറിഞ്ഞാൽ എനിക്കറിയാം അവരുടെ ബുദ്ധിമുട്ട് എന്താണ്, അവർക്ക് ആരും കിട്ടാത്ത ഒരാളുടെ ബുദ്ധിമുട്ട് എന്താണ്. ഞാനൊരു ദിവസം വെള്ളം കഴിക്കാതെ അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എനിക്ക് ബുദ്ധിമുട്ട് കാണുമ്പോൾ മാസങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൻ എന്ത് കഷ്ടപ്പാടിലാണ് പോകുന്നത്. അതൊരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു സോഷ്യൽ ആംഗിളിൽ എടുക്കുകയാണെങ്കിൽ ഒരു വലിയൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലോട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണിത്. വലിയൊരു കൂട്ടായ്മയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ നോമ്പ് കാലത്ത് നോമ്പ് തുറ മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നടക്കാറ് അല്ലേ? അതെ. ഇവിടെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് എങ്ങനെയാണ് അതിനോടൊപ്പം നടന്നത്? ഇവിടെ പല പല മലയാളി സംഘടനകളുണ്ട് ഇവിടെ. എല്ലാവരും ഒത്തിരി നന്മ ചെയ്യുന്ന ആൾക്കാരുണ്ട്, മലയാളി സംഘടനകൾ. അപ്പോൾ അതിൽ ഇപ്പോൾ ഇവിടെ CDA കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അപ്രൂവലോട് കൂടിയ സംഘടനകളുടെ വേണം ഇപ്പോൾ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്നുമില്ലെങ്കിൽ അക്കാഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്, അക്കാഫ് അസോസിയേഷൻ അവർ ഓൾ കേരള കോളേജസ് അലുമിനി ഫോർ ഇതിൻ്റെ അതായത് നമ്മുടെ കേരളത്തിൽ തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവിധ ആർട്സ് കോളേജ്, സയൻസ് കോളേജ്, മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാം ഒരുമിച്ച് കൊള്ളുന്ന അറൗണ്ട് 90ഓളം കോളേജസുകളുടെ ഒരു കൂട്ടായ്മ. അപ്പോൾ അവരെ CDA അപ്രൂവ് ചെയ്തു. അപ്പോൾ അവർ നടത്തുന്ന ഒരു ഇനിഷ്യേറ്റീവിൽ ഞാനതിൽ ഭാഗമാകും. അപ്പം അത് CDA അപ്രൂവ്ഡാണ്. അപ്പം നേരെ ഓഫീസിൽ നിന്ന് ഇപ്പം അറിയാമല്ലോ, ഇപ്പം റമദാൻ പ്രമാണിച്ച് നേരത്തെ വർക്കിംഗ് കുറവാണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തിട്ട് നേരെ ഇഫ്താർ ക്യാമ്പിലോട്ട് പോകും. ലേബർ ക്യാമ്പിൽ പോയി ആദ്യത്തെ ഒരു 1.5-2 മണിക്കൂറോളം നമ്മൾ അവരുടെ ഫുഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഇൻവോൾവ് ആവും. അത് കഴിഞ്ഞ് അവരോടൊപ്പം ഫുഡ് കഴിക്കും. നോയമ്പ് അവിടെ വെച്ച് ആയിരിക്കും മതി. അത് കഴിഞ്ഞാണ് നേരെ വീട്ടിൽ വന്നിട്ട് ആയിരിക്കും പിന്നെ എന്തെങ്കിലും. വിഭവങ്ങളൊക്കെ അധികം പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായിരിക്കും. പിന്നെ പലയിടത്തും നമ്മൾ പോകുമ്പോൾ ഇപ്പം ഇതിൻ്റെ വേറൊരു കാര്യമാണ് ഈ സാഹോദര്യം ഞാൻ പറഞ്ഞത്. നമ്മളെ പലരും ഇഫ്താറിന് നമ്മൾ വിളിക്കും, ആക്ച്വലി ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ഓരോരോ രാജ്യക്കാരുടെ കൂടെ പോകുമ്പോൾ ഇപ്പം പല ആൾക്കാരുടെയും കൂടെ നമ്മൾ പോകുമ്പം അവരുടെ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ മാത്രമല്ല, നമ്മൾ പലരും പോകുമ്പോൾ നമ്മൾ ആ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇഫ്താർ വിരുന്നുകളിൽ ഒരുക്കുന്ന ഭക്ഷണങ്ങളിൽ നമ്മുടെ കുറച്ച് കുറച്ച് സ്പൈസി ആയിട്ടുള്ള വിഭവങ്ങളാണ്. ഈ അറബ്സിൻ്റെ ഒട്ടും എരിവും പുളിയൊന്നും ഇല്ലാത്ത രീതിയാണ് അല്ലേ? അങ്ങനെ ഓരോരുത്തർ കഴിക്കുമ്പോൾ ഏറ്റവും രുചികരമായിട്ട് താങ്കൾക്ക് തോന്നിയ ഒരു ഭക്ഷണം? എനിക്ക് വെജിറ്റേറിയൻ ഫുഡാണ് ഇഷ്ടം. ഞാനൊരു വെജിറ്റേറിയനാണ്, അതാണ് ഒരു വലിയ. അപ്പോൾ വെജിറ്റേറിയൻ ആകുമ്പോൾ നമ്മുടെ ചോയ്സസ് വളരെ ലിമിറ്റഡ് ആണ്. എന്നാലും നമ്മളെ വിളിക്കുന്ന ആ വീട്ടുകാർക്ക് അവർക്കറിയാം ഞാൻ വെജിറ്റേറിയൻ ആണെന്ന്. എന്നാലും അവർ ഏറ്റവും കൂടുതൽ എന്തെല്ലാം വെജിറ്റേറിയൻ ഉണ്ടോ. അപ്പം അങ്ങനെ നോക്കുമ്പം ഈ മെഡിറ്ററേനിയൻ ഫുഡ് ഒത്തിരി അവർ പല പല സാലഡ്സും ഒത്തിരി, ഇപ്പോൾ ഹമൂസ് ആണെങ്കിലും മുത്തബല്ലാണെങ്കിലും, അപ്പോൾ ഒത്തിരി ലബനീസ് ഫുഡ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആക്ച്വലി. അപ്പം അതിൽ കോൾഡ് മെസ്സേ എന്ന് പറഞ്ഞിട്ട് അവർ അതിൽ ഒത്തിരി വെജിറ്റബിൾ കൂടിയ സാധനങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഈ വൈൻ ലീവ്സ് വെച്ചിട്ടുള്ള റൈസ് പാക്ക് ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ട്. ലെബനി ഐറ്റംസ് ആണ് ഇതൊക്കെ. എനിക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ പോകുമ്പോൾ ഞാൻ സർവൈവ് ചെയ്യണത് കൂടുതലും ഈ ലെബനി ഫുഡിലാണ്. ആണല്ലേ? ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹിയല്ലേ? ലയൺസ് ക്ലബിൻ്റെ ഞാൻ ഇവിടുത്തെ ദുബായ് എമറാൾഡ് ലയൺസ് ക്ലബിൻ്റെ ചാർട്ടർ പ്രസിഡൻ്റാണ്. തുടങ്ങി വെച്ച ആളാണ്. അതിൻ്റെ ഇവിടുത്തെ UAE ലൈനിൻ്റെ ഗൈഡിങ് ലൈനാണ്. മീൻസ് റോൾ മോഡൽ ലൈൻ എന്നൊക്കെ പറയില്ല, അതുമാതിരി അപ്പോയിൻറ്റഡ് ഗൈഡിങ് ലൈനാണ്. ഞാൻ ഇവിടെ ഒരു ചിൽഡ്രൻ ഓഫ് ഡിറ്റർമിനേഷൻ, അതായത് സ്പെഷ്യൽ നീഡ് ചിൽഡ്രന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി ലയൺസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഗൈഡിങ് ലൈനാണ്.
ലയൺസ് ക്ലബിൻ്റെ നാളെ അതിൻ്റെ ആഘോഷം ഉണ്ടാവും ലയനായിട്ട് ബന്ധപ്പെട്ട. ലയൺസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ സിറ്റി IHC അവരുടെ താഴെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ഇതാണ്. സോ എഗെയിൻ ഇത് ഒരു അപ്രൂവ്ഡ് ഓർഗനൈസേഷനാണ്. ഇപ്പോൾ ലയൺസ് ക്ലബിൻ്റെ പല ആഘോഷങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞ ഈ സ്പെഷ്യൽ നീഡ് ചിൽഡ്രൻ്റെ കൂടെയുള്ള ഒരു ഈദ് സെലിബ്രേഷൻ ഉണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ അതിലുണ്ടാവും. കാര്യം അവരും ഇൻക്ലൂഷൻ എന്ന് പറയും നമ്മുടെ കൂട്ടത്തിലൊരാളാണ് എന്നുള്ള ഒരു ഇതിലാണ് നമ്മളുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്, നമ്മളെല്ലാവരും ഈക്വലാണ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കണം. ഇതിൽ ഏറ്റവും നല്ലൊരു മാസം നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നമുക്ക് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി കൊടുക്കാൻ പറ്റും. സാഹോദര്യത്തിൻ്റെ, സമത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അല്ലേ? തീർച്ചയായിട്ടും. കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ കുടുംബം, വൈഫ് ഗീതു കൃഷ്ണകുമാർ, പുള്ളിക്കാരി ഇവിടെ ദുബായിലാണ്, എൻ്റെ കൂടെ ഉണ്ട്. ഇവിടെ ഒരു കോണ്ടിനെൻ്റൽ എന്ന് പറയുന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. ഷീസ് ഇൻ ടു കോർപ്പറേറ്റ് മെഡിക്കലിലാണ്. മോൻ രാഹുൽ കൃഷ്ണകുമാർ, അവന് US ഗ്രാജുവേഷൻ ചെയ്തത് ഇൻ പബ്ലിക് ഹെൽത്തിൽ. അത് കഴിഞ്ഞ് UK പോയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്തി കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ ദുബായിൽ എൻ്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സിഗ്ന എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യും. എന്തായാലും ഒരുപാട് വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്.